നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് വലിയ വേദനയാണെന്നാണ് പറയുന്നത്. കാൽമുട്ടിന് വേദനയുമായി ബൈക്ക് ഓടിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയ സനൂപ് എന്ന ചെറുപ്പക്കാരൻ 2 കണ്ണുകളുടെയും കൃഷ്ണമണി നഷ്ടപ്പെട്ട് പരസഹായത്തോടെയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ആത്മഹത്യ കൊള്ളാമെന്നുണ്ട്. ഞാൻ അടിച്ചു പൊളിച്ചല്ലേ മര്യാദയ്ക്ക് ഡെയിലി പണിക്ക് കൊണ്ടുവന്ന ചക്കനായിരുന്നു. പ്രായമായ അച്ഛനും അമ്മയും മകനും അടങ്ങുന്ന കുടുംബത്തെ തൈല് പണിക്ക് പോയി അന്തസ്സായി സംരക്ഷിച്ചുകൊണ്ടിരുന്ന സനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാൾ ഇപ്പോൾ 2 കണ്ണുകളുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ട് ജീവിതത്തെ പറ്റിയുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ട് മരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സനൂപ് അനുഭവിക്കുന്ന വേദനയോളം വരുമോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന്റെ വേദന? ജനനേന്ദ്രിയത്തിലൂടെ മലം പുറത്തേക്ക് വരിക, അത് പരിഹരിക്കാൻ വേണ്ടി വയറിന്റെ സൈഡിൽ ഒരു തുളയിട്ട് അവിടെ ഒരു ബാഗ് ഫിക്സ് ചെയ്ത് അതിലൂടെ മലവിസർജനം നടത്തേണ്ടി വരിക. ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്? നെടുമങ്ങാട് ജനറൽ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഹസ്ന എന്ന് പറയുന്ന 24 വയസ്സുകാരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണിത്. 4 വർഷം കാത്തിരുന്ന് കിട്ടിയ മോനെ 8 മാസമായിട്ട് അവനൊന്ന് കൊഞ്ചിക്കാനോ അവനൊന്ന് എടുക്കാനോ മുലയിട്ടാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. 4 വർഷം കാത്തിരുന്നുണ്ടായ പൊന്നോമനയെ ഒന്ന് എടുക്കാൻ പോലും കഴിയാതെ, ഒന്ന് പാലൂട്ടാൻ കഴിയാതെ, 6 മാസക്കാലത്തിനിടയ്ക്ക് 5 ശസ്ത്രക്രിയ നടത്തിയിട്ടും തന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാതെ ഇനി എന്താകും തന്റെ ഭാവി എന്ന് ആലോചിച്ച് ജീവിക്കുന്ന 24 വയസ്സ് മാത്രം പ്രായം വരുന്ന ഹസ്നയുടെ വേദനയോളം വരുമോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന്റെ വേദന?